വെൽക്കം ടു കുക്കിംഗ് ആർട്ട് ചാനൽ. ഇന്ന് നമ്മൾ റാഡിഷ് തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണുവാൻ പോകുന്നത്. ഇതിനായിട്ട് 2 റാഡിഷ് ഇലയോടുകൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇല ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇല തന്നെയായിട്ടും തോരനുണ്ടാക്കാം, കിഴങ്ങ് തന്നെയായിട്ടും തോരനുണ്ടാക്കാം. ഇവിടെ രണ്ടും ഒന്നിച്ചെടുത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. കിഴങ്ങ് നന്നായിട്ട് കഴുകിയെടുത്ത് തൊലി കളഞ്ഞ് വലിയ ഹോൾസ് വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം. മൂക്കാത്ത ഇലയും തണ്ടും നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണിത്. ഇലയും തണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു സവാള അരിഞ്ഞത് ചേർക്കാം. 2 പച്ചമുളക് സ്ലൈസ് ചെയ്തത് ചേർക്കാം. ഒരു പിടി തേങ്ങ ചിരവിയത്, തണ്ട് അരിഞ്ഞതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ജീരകവും 4 വെള്ളുള്ളിയും ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ വെജിറ്റബിൾ മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 തണ്ട് കറിവേപ്പില ഇവ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇത് 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് അടുപ്പിലൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ചെറിയ തരം ചുമന്ന മുളക് 3 എണ്ണം ഇടാം. പിന്നെ നമ്മൾ തയ്യാറാക്കിയ കൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഒരു 5 മിനിറ്റ് നമുക്കിത് മൂടി വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. ഇത് ഡ്രൈ ആയി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല അരിഞ്ഞതും കൂടി നമുക്കിതിലേക്ക് ഇടാം. ഒരു 5 മിനിറ്റ് കൂടി മൂടി വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ 2 തവി ഉപയോഗിച്ചാൽ നമുക്ക് ശരിക്കും മിക്സ് ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റാഡിഷ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുക്കിംഗ് എല്ലാം മീഡിയം ഫ്ലെയിമിൽ വേണം ചെയ്യുവാൻ.